ഫ്രണ്ട്സ്, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവരോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ബിരുദം ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ആണെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ SBI ബാങ്കിൻ്റെ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് ബാച്ചിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ ആദ്യം തന്നെ കാണിക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ഫെലോഷിപ്പ് സപ്പോർട്ട് ഇവിടെ കാണിക്കുക. നിങ്ങൾക്ക് കാണാം, അതായത് 16,000 രൂപ മന്ത്ലി നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 16,000 രൂപ മന്ത്ലി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നത് പിന്നെ മന്ത്ലി അലവൻസ് ആയിട്ട് പിന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിനായിട്ട് 2,000 രൂപ പിന്നെ എക്സ്ട്രാ ലഭിക്കും. 16,000 പുറമെ കിട്ടുന്നതാണ്. പിന്നെ ഒരു 2,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിന് നിങ്ങൾക്ക് 2,000 രൂപ എക്സ്ട്രാ മന്ത്ലി കിട്ടും. ഇതൊക്കെ മന്ത്ലിയാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് 1,000 രൂപ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് അസിസ്റ്റൻസിനായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കും. പിന്നെ അതോടൊപ്പം തന്നെ റീ അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കംപ്ലീറ്റ് ചെയ്താൽ, ഈ പറയുന്ന ഫെലോഷിപ്പ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,10,000 രൂപ നിങ്ങൾക്ക് എന്താണ് ആ ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ ഈ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ പോകാം. അപ്പോൾ നിങ്ങൾക്ക് PG ചെയ്യണം, അങ്ങനെ PG ചെയ്യാൻ പോകാം. ഇനി നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യണം, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലൊരു സേവിങ് എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 1,10,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇപ്പോൾ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ മാക്സിമം. ഇനി ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എങ്ങനെയാണ് ഇതിലേക്കുള്ള അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ മറ്റു എലിജിബിലിറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരം ഇൻറ്റേൺഷിപ്പ്, ഫെലോഷിപ്പ്, അപ്രന്റീഷിപ്പ്, ജോബ് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ്സാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. പിന്നെ മെമ്പേഴ്സായ ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ കാണുന്നവ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ജോബ്സ്, വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഒക്കെ ആണ്. ഇതിലേക്ക് എനിക്ക് BCom, MBA, MCom ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. അത് പ്രൈവറ്റ് ജോബാണ്, മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആണ്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം, ജോയിൻ ചെയ്യണം. പിന്നെ GDSൻ്റെ റിസൾട്ടുമായി ഉള്ള അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെയുള്ള മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ഈ പറയുന്ന SBIയുടെ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ചുരുക്കത്തിൽ ഞാൻ പറയാം. ഇത് ശരിക്കും ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സർവീസ് ആണ്. ശരിക്കും നമുക്ക് സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഇത് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കിത് റൂറൽ ഏരിയയിൽ പോയിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. അതായത് ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾ സിറ്റിയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ സിറ്റി മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, റൂറൽ ഏരിയ എന്ത് ചെയ്യണം, അതുപോലെ വികസിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള SBIയുടെ ഒരു സ്കീമാണ് യൂത്ത് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന ഫെലോഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അവിടെയുള്ള അവരുടെ ജീവിത മാർഗ്ഗങ്ങളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ എന്താണ് ഇപ്പോൾ ജീവിത രീതികളുണ്ടാവും, ആ ജീവിത രീതിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇനി വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള ഏരിയ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട്, നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക, അതിന് വേണ്ടിയുള്ള അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു മൈൻഡ് ഉള്ളവരായിരിക്കണം. അതായത് ഒരു സോഷ്യൽ സർവീസ് പ്ലസ് നമുക്ക് എന്താണ് പേയ്മെൻറ്റ് കിട്ടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഇത്തരം റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ ഫെലോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതിപ്പോൾ ഫെലോ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. ഫെലോ പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്താൽ മുൻപ് എന്താണ് ഇതിൽ ഫെലോഷിപ്പ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ നെക്സ്റ്റ് അടിച്ച് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഉദ്യോഗാർത്ഥിയാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഏത് ഫെലോ ആണ് കൊണ്ടുവന്നത് വെച്ചാൽ അവരുടെ ഡീറ്റെയിൽസും ആ ഒരു പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കേരളത്തിലുള്ളവർക്കും കേരളത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ വേക്കൻസി ഉണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് എന്താണ് ഇതിൻ്റെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ലഭിക്കാവുന്നതുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി ആണ് ഇനി നോക്കുന്നത്.
ഓക്കെ, അതിൽ നമ്മൾ ഇത് ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഈ പോർട്ടലിൻ്റെ ഡയറക്റ്റ് ലിങ്കോ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ തരാം കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ജസ്റ്റ് ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ, അതായത് എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലസ് ഇനി നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ 4 ഉള്ളിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവും, റിസൾട്ടൊക്കെ നിങ്ങൾക്ക് വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒക്ടോബർ 4 അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഇനി ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒക്ടോബർ 4 ഉള്ളിൽ നമ്മുടെ ഡിഗ്രിയൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 21 വയസ്സ് പൂർത്തിയായിരിക്കണം, മാക്സിമം 32 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും വലിയൊരു ഏജ് നമുക്ക് അത്യാവശ്യം ഉണ്ട് അവിടെ. അതുപോലെ തന്നെ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫൈനൽ അതായത് അപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഇത് അപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ഇവിടെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതിന് നമുക്ക് 2 സ്റ്റേജ് വരുന്നുണ്ട്. സ്റ്റേജ് 1 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റേജ് 1 ഇതാണ്. ഓക്കെ, ദെൻ സ്റ്റേജ് 2. ഈ സ്റ്റേജ് 1 എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ബാച്ചിലേക്ക് നമുക്കിപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ കുറേ അപേക്ഷകളൊക്കെ വരുന്നതനുസരിച്ചായിരിക്കും അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട്, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേജ് 1 നമുക്ക് 2 പ്രോസസ്സ് വരുന്നുണ്ട്. ഒന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ അസസ്മെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ തരാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് സ്റ്റേജ് 1 അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1 തന്നെ നമുക്ക് 2 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേത് ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ആൻഡ് റെസ്പോണ്ട് ടു ഫ്യൂ പ്രിലിമിനറി ക്വസ്റ്റ്യൻ ഫോർ ഇനീഷ്യൽ റിവ്യൂ. അതായത് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഈ സ്റ്റേജ് 1 വരുന്നതാണ്. ഈ സ്റ്റേജ് 1 വരുന്ന സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓക്കെ ആണ്, നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എസ്സേ, അതുപോലെ ഷോർട്ട് റിഫ്ലക്റ്റീവ് വീഡിയോ, അതുപോലെ അഡീഷണൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും സബ്മിറ്റ് ചെയ്യണം. അതാണ് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാത്രം സ്റ്റെപ്പ് 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റേജ് 1 2 സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. അതിൽ അവർ ഓക്കെ ആണെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഷോർട്ട് ലിസ്റ്റിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2 നമ്മൾ കൊടുക്കേണ്ടത് എസ്സേ കൊടുക്കണം. അത് ടോപ്പിക് കാര്യങ്ങളൊക്കെ അവർ തരുമായിരിക്കും. ഷോർട്ട് റിഫ്ലക്റ്റീവ് വീഡിയോ, അതുപോലെ അഡീഷണൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അവർ പറയുന്നതനുസരിച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സ്റ്റേജ് 2. സ്റ്റേജ് 2 വരുന്നത് നിങ്ങൾ ഈ കൊടുത്ത എസ്സേ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റേജ് 2 ചെയ്യാൻ പറ്റും. സ്റ്റേജ് 2 ഗ്രൂപ്പ് ഡിസ്കഷനും അതുപോലെ തന്നെ പേഴ്സണൽ ഇൻട്രാക്ഷനൊക്കെയാണ്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് പേഴ്സണൽ ഇൻട്രാക്ഷൻ സെഷനാണ്. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ഇതിലേക്ക് എത്രത്തോളം എന്താണ് സ്യൂട്ടബിൾ ആണ് എന്നത് തീരുമാനിക്കുന്ന ഒരു എന്താണ് സ്റ്റേജാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മളുടെ ആ ഒരു പൊട്ടൻഷ്യലും നമ്മുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് നമുക്ക് ഉള്ള ആ ഒരു നമ്മുടെ എയിമും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ അവർ മനസ്സിലാക്കി എടുക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കയറാൻ പറ്റും. അത് നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇതിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേജ് 2 നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇതിലെ മുൻപ് ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത അലുമിനി, അതുപോലെ തന്നെ സെക്ടർ എക്സ്പേർട്ട്, അതുപോലെ തന്നെ ഫെലോ, ഇങ്ങനെയുള്ള ഷോർട്ട് ലിസ്റ്റഡ് മറ്റു ഫെലോസ്. അതായത് അലുമിനി എന്ന് പറഞ്ഞാൽ മുൻപ് ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർ, പിന്നെ സെക്ടർ എക്സ്പേർട്ട് പറഞ്ഞാൽ ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അവർ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തമ്മിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുക, അസസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ സെലക്ഷൻ ഉണ്ടാകുക, സ്റ്റേജ് 2 അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേജ് 2 സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികൾ, ഈ പറയുന്ന സെലക്ട് ആയ ഉദ്യോഗാർത്ഥികൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മെയിൽ ത്രൂ അല്ലെങ്കിൽ SMS
ത്രൂ അവരെന്തെങ്കിലും കൺഫർമേഷൻ അയക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരും. പിന്നെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ജോയിൻ ചെയ്യുക. അതായത് ഓൺ ബോർഡിംഗ് ആണ്. ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൺഫർമേഷനെ കൊടുത്ത് ഓഫർ ലെറ്റർ കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരെന്തെങ്കിലും ഫോറത്തിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഫോറൊക്കെ ഉണ്ടാവും, അതിലേക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓഫർ ലെറ്റർ കാര്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളൊക്കെ തീർക്കുക എന്നുള്ളതാണ് ഓൺ ബോർഡിങ്ങിൽ. പിന്നെ ഫെലോഷിപ്പ് സപ്പോർട്ടാണ്. ഈ ഫെലോഷിപ്പ് സപ്പോർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഹെൽത്ത് ആൻഡ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കും. പിന്നെ അതർ സപ്പോർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, NGO സ്റ്റാഫ് എന്ന് പറയുന്നത് എന്താണ്, നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള ഓർഗനൈസേഷനുണ്ട്. അപ്പോൾ നമ്മുടെ റൂറൽ ഏരിയയിലൊക്കെ ഉള്ള സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു വേറെ സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് പോകും, അപ്പോൾ നമുക്ക് ഒരു സേഫ്റ്റി, അതുപോലെ സ്റ്റേ, ട്രാൻസ്പോർട്ട്, മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തു തരാം. അങ്ങനെ കുറേ മെൻറ്റർഷിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റു പ്രീമിയർ ഓർഗനൈസേഷനൊക്കെ ആയിട്ടുള്ള ആ ഒരു ലിങ്കേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ മറ്റ് സപ്പോർട്ടിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയുള്ള അട്രാക്ഷൻ. നമുക്ക് ഈ ഒരു മന്ത്ലി നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് 21,000 രൂപയായിരിക്കും. ഈ എമൗണ്ട് ടോട്ടൽ നമ്മൾ കണക്കാക്കുമ്പോൾ 21,000 രൂപ നമുക്ക് മന്ത്ലി എമൗണ്ട് ആയിട്ട് കിട്ടും കയ്യിൽ. പ്ലസ് നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,10,000 രൂപ നമുക്ക് എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ്. അത് വെച്ച് നിങ്ങൾക്ക് സ്റ്റഡീസിനൊക്കെ പോകണമെങ്കിൽ പോകാം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് തുടരണമെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫെലോഷിപ്പ് എമൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ബിസിനസ് രീതിയിൽ ചിന്തിച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഇനി അതല്ല നിങ്ങൾക്ക് മറ്റു കോർപ്പറേറ്റ് കമ്പനിയിൽ പോയിട്ട് ജോലി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടും ഇതിൽ എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അബൌട്ട് അസ് പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് 1 മാർച്ച് 2011 തുടങ്ങിയ സ്കീമാണ് ഈ പറയുന്ന SBIയുടെ നമ്മുടെ യൂത്ത് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഫെലോഷിപ്പ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ബാച്ചിൽ 27 ഫെലോസ് ഉണ്ടായിരുന്നു. അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്കുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ ഫെലോഷിപ്പിൻ്റെ ഡ്യൂറേഷൻ 13 മാസമാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു 13 മാസം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഈ ഫെലോഷിപ്പ് നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഫ്രീക്വൻലി ആസ്ക്ഡ് FAQയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നുണ്ട് ലിങ്ക് തരാം. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അപ്ലൈ ആവുന്നുണ്ട് ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം SBI യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. 13 മാസത്തേക്കാണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഇതിൻ്റെ ഹോം പേജിലാണ് വരിക. ഇവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള രീതിയിലേക്കാണ് പോവാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവിടെ തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ആയി വരും. ജസ്റ്റ് ഇതാണ് വരിക. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻട്രോ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തുകൊണ്ട് അത് കാണിക്കാത്തത്, അത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വീഡിയോ കാണാം. ഇനി അതല്ല നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സ്കിപ്പ് ആൻഡ് പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ബാച്ചിലർ ഓഫ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒക്ടോബർ 4 എൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇതിലേതാണ് നമ്മൾ സ്യൂട്ടബിൾ വെച്ചാൽ അത് കൊടുക്കാം. ഇന്ത്യൻ സിറ്റിസൺ എന്ന് കൊടുക്കാം. ഏജ് ലിമിറ്റ് 21 to 32 ഇടയിലാണ് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മൾക്ക് എലിജിബിലിറ്റി എല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എലിജിബിൾ ആണ്. എന്നിട്ട് പ്രൊസീഡ് എന്ന് കൊടുക്കാം. അങ്ങനെ പ്രൊസീഡ് എന്ന് കൊടുത്താലും നമ്മൾ സ്കിപ്പ് ചെയ്താലും ഈ പേജിലേക്കാണ് വരിക. ഇവിടെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. ഫസ്റ്റ് നമ്മൾ സ്റ്റേജ് 1 നമ്മൾ പറഞ്ഞു 2 സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 1 നമുക്കിപ്പോൾ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ നമുക്ക് വെരിഫൈ ചെയ്ത് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ പ്രൊഫൈൽ ആദ്യം നമ്മൾ മെയിൽ ID കൊടുത്ത് വെരിഫൈ ചെയ്താൽ ഈ പറയുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ. ഇത് ഹൈഡ് ചെയ്ത് കിടക്കുകയാണ്. ഇതൊക്കെ എനേബിൾ ആയി വരും. നമ്മളിവിടെ മെയിൽ ID കൊടുത്ത് വെരിഫൈ ചെയ്താൽ മാത്രം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്ത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ബാക്കി അവർ എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻ തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്ലൈ ചെയ്യാൻ.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇത് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് ഇനിയും കൂടുതൽ അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതാ ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ GFC എജുലാൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒരു സർവീസ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം അതുപോലെ വാട്സപ്പ് ചാനലുകളുണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു സ്ട്രക്ചർ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ വെബ്സൈറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫെലോ പ്രൊജക്ട്സ്, അപ്പോൾ അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഓരോ എന്താണ് ഇപ്പോൾ ഇവിടെ ട്രഡീഷണൽ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നമ്മൾ നഗരങ്ങളിലൊക്കെ വലിയ മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന റൂറൽ ഏരിയയിലേക്കുള്ള ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അവർ കൈകൊണ്ട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രൊഡക്ഷനൊന്നും സാധ്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ അവരെ ഹെൽപ്പ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടത് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്, അത് മുൻപത്തെ ഫെലോസ് ഞാൻ പറഞ്ഞില്ലേ അലുമിനൈ ആയിട്ടുള്ള ആളുകൾ ഡീറ്റെയിൽസ് ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ റീഡ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എന്താണ് അതിലൊക്കെ കണ്ടോ അവരുടെ പേരൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്, അതുപോലെ ആൾട്ടർനേറ്റ് എനർജി, അങ്ങനെ ഓരോ ഫീൽഡോടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. റൂറൽ ടെക്നോളജി, അങ്ങനെ ഓരോരുത്തരും അവരുടെ കോൺട്രിബ്യൂഷന് മുൻപത്തെ ഫെലോസിൻ്റെ കോൺട്രിബ്യൂഷൻ കാര്യമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് പോയാൽ മതി. നല്ലൊരു സ്കീമാണ്. ഓക്കെ, താങ്ക് യു.